ഫെബ്രുവരി മാസം 28-ാം ദിവസം 2025 നമ്മൾ എല്ലാ ആപ്പിൾ ആരാധകരും വെയിറ്റ് ചെയ്തിരുന്ന ആപ്പിളിന്റെ ബജറ്റ് സെഗ്മെന്റ് ആയിട്ടുള്ള SE സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആപ്പിൾ ഐഫോൺ 16e ഫസ്റ്റ് സെയിലിനെത്തിയ ദിവസം 128 GB വെറും 59,999 രൂപ മാത്രമേ ഉള്ളൂ. കൂടാതെ 256 വരുവാണെങ്കിൽ 64,999 മേടിക്കാൻ സാധിക്കും. എന്തായാലും 2025 കാലഘട്ടത്തിൽ 64,999 രൂപ കൊടുത്തിട്ട് 256 മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചറവറ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നവർ, പ്രത്യേകിച്ച് ഇപ്പോൾ വീഡിയോസ് എല്ലാവരും എടുക്കുന്നത് 4K ഫോർമാറ്റിലാണ്. ഇനി നിങ്ങൾ 1080 എടുത്താൽ പോലും കുറച്ച് നാൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് 128 ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ ഏത് ഫയൽ ഏത് ഡിലീറ്റ് ചെയ്യണം, എവിടെ ഡിലീറ്റ് ചെയ്യണമെന്ന് ഒന്നും പിടിയിട്ടത്തില്ല. സോ നിങ്ങളൊരു നല്ല നിമിഷം ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് എന്താ പറയുക, സ്പോയിൽ ആയി പോകുന്നതിനേക്കാളും നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് 256 GB വേരിയന്റ് ആണ് ഏറ്റവും നല്ലത്. ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും എല്ലാം തന്നെ 256 GB വേരിയന്റ് ആയിരിക്കും. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺ 16e നമ്മൾ മേടിച്ച വർത്ത് ബൈയിങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള വീഡിയോസും അതുപോലെ തന്നെ ഓഫർ അപ്ഡേറ്റ്സ്, ടെക് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ്. കൂടാതെ അൺബോക്സിംഗ് വീഡിയോസ് സഹിതം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. അവിടെ പ്രീമിയം ക്വാളിറ്റി ഇയർബഡ്സുകളുടെ കേസ് കവർ കിട്ടും, വാച്ച് സ്ട്രാപ്പുകൾ കിട്ടും, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ മേടിക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ദീപ് സ്റ്റോറിൽ ചെക്ക്ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഡേറ്റും ഇയറും പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാവോ? ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു 5 വർഷത്തിന് ശേഷമായിരിക്കും. ചിലപ്പോൾ അന്ന് ചിലപ്പോൾ 19e അല്ലെങ്കിൽ 20e ഒക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിനോടുള്ള ഒരു ആരാധന, കൂടാതെ ഈ ഒരു ബജറ്റ് സെഗ്മെന്റ് ആണല്ലോ SE സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പോൾ അതിലുള്ള നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ് നമ്മുടെ 16e. സോ അത് മേടിക്കാന്ന് വെച്ചിട്ട് നിങ്ങൾ ഓരോ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് ഇന്നത്തെ റേറ്റ്, അതായത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന 2025 ഡേറ്റും നിങ്ങൾ അന്ന് കാണുമ്പോഴത്തേക്കുള്ള ഡേറ്റും വെച്ചിട്ട് ആ ഒരു റേറ്റ് ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ വലിയ ഡിഫറൻസ് കാണാൻ ചാൻസ് ഇല്ല. ഈവൻ യൂസ്ഡ് മാർക്കറ്റ് പോലും കാണാൻ സാധിക്കത്തില്ല. അതാണ് ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ. സോ അതിനുള്ളത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾ മേടിക്കുക. അതർവൈസ് ഇതങ്ങോട്ട് ലീവ് ചെയ്യുക. ഇത് ഞാൻ 5 വർഷത്തിന് ശേഷം ഉള്ളവരടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഐഫോൺ 16e വരുവാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഐഫോൺ SE 3rd Gen എന്ന് പറയുമ്പോഴത്തേക്ക് 2022 ലോഞ്ച് ആയത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ ആക്ച്വലി ഒരു SE സീരീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, 64 GB വേരിയന്റ്. എനിക്ക് തോന്നുന്നു 43,000-45,000 രൂപയ്ക്ക് അകത്ത് എന്തോ ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റിന്റെ വില. അന്ന് മൈജി എന്നാണ് മേടിച്ചത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇൻ ഹാൻഡ് ഫീലും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒക്കെ, ഈവൻ LCD സ്ക്രീൻ ആയിരുന്നെങ്കിൽ പോലും നല്ല രസമായിരുന്നു അതിനകത്ത് കാണാനായിട്ട്. ഇവിടേക്ക് നമ്മുടെ 16e വരണമെങ്കിൽ SE 3rd Gen വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ വളരെ ഡിഫറൻസ്, എന്തായാലും നല്ല വലിയ ഡിഫറൻസ് ഇവിടെ നമ്മുടെ ഈ ഒരു 16e കാണാൻ സാധിക്കും. ആദ്യം തന്നെ അതിലെടുത്ത് പറയേണ്ടത് ഡിസ്പ്ലേ തന്നെയാണ്. 6.1 ഇഞ്ചിന്റെ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ് ഇവിടേക്ക് കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് നമ്മുടെ 13ലും അതുപോലെ തന്നെ 14ലും ഒക്കെ വരുന്ന ആ സെയിം ഡിസ്പ്ലേ ആണ്. എനിക്ക് തോന്നുന്നത് 13ഉം 14ഉം ഒക്കെ പ്രൊഡക്ഷൻ അങ്ങോട്ട് അവർ നിർത്തി കാണും. ഇനി അതല്ല, അവർ വില കൂട്ടി അവർക്ക് ഇറക്കാൻ പറ്റത്തില്ല. കാരണം 16 വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ 14 ഇപ്പോഴും 60,000-50,000 കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇവർ ഈ ഒരു 13ഉം 14ഉം ഒക്കെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് ആ സെയിം ഡിസ്പ്ലേ അങ്ങോട്ട് എന്താ പറയുക നമ്മുടെ 16e കൊണ്ടുവന്നിട്ട് ഒരു 60,000 രൂപയ്ക്ക് അങ്ങ് വിൽക്കാം. ഇതൊരു ഐഫോണിന്റെ ബിസിനസ് സ്ട്രാറ്റജിയാണ്. അത് തന്നെയായിരിക്കും അവർ ചെയ്തതും കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അതാണ് എൻ്റെ അവലോകനം. എന്തെങ്കിലുമൊക്കെ തെറ്റ് ഞാൻ ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു അഭിപ്രായം വീഡിയോ കമന്റ് ആയിട്ടുള്ളൂ. ഉറപ്പായിട്ടും 6.1 ഇഞ്ചിന്റെ XDR ഡിസ്പ്ലേ അടിപൊളിയാണ്, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ ഇതിൽ ഫേസ് ഐഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ SE 3rd Gen പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ഹോം ബട്ടൺ ആയിരുന്നു, ടച്ച് ID ആയിരുന്നു. എന്നാൽ അതിനൊരു മാറ്റം എന്തായാലും ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് കാണാൻ സാധിക്കും. അതും വീണ്ടും പറയാനുള്ളത് നമ്മുടെ 13ലും 14ലും വന്ന ഡിസ്പ്ലേ ആകുമ്പോഴത്തേക്ക് അതും ഫേസ് ID ആണല്ലോ, ആ ഒരു കാരണം തന്നെ ആയിരിക്കും. കൂടാതെ ഇതിന്റെ ചിപ്സെറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ 16ലും അതുപോലെ തന്നെ 16 പ്ലസിലും വരുന്ന അതേ ചിപ്സെറ്റ് A18 ബയോണിക് ചിപ്സെറ്റ് ആണ് കാണാൻ സാധിക്കുക. എന്നാൽ GPU കോർ ഒരു കോർ കുറവാണ്. അതായത് നമ്മുടെ 16ലും 16 പ്ലസിലും GPU കോർ 5 ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 4 മാത്രമേ ഉള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നും എന്തായാലും നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിലും അതല്ല ഗെയിം കളിക്കുന്നവരാണെങ്കിലും കാണാൻ ചാൻസ് കുറവാണ്. എന്നാൽ പോലും അതൊരു കുറവായിട്ട് നമുക്ക് പറയാൻ പറ്റും. iOS 18 ആണ്, അതുപോലെ തന്നെ AI പവേർഡ് ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ആപ്പിളിന്റെ ആദ്യത്തെ ഇൻഹൗസ് മോഡമായിട്ടുള്ള C1
മോഡമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ വരെ ക്വാൾകോമിന്റെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു C1 മോഡത്തിലേക്ക് വന്നപ്പോഴത്തേക്കുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ കൂടുതൽ 16E കാണാൻ സാധിക്കും. അപ് ടു 26 hours ആണ് ടോട്ടൽ ആ ഒരു ബാറ്ററി ലൈഫ് 16E ആ ഒരു കമ്പനി അവകാശപ്പെടുന്നത്. ബാറ്ററി ലൈഫ് എടുത്ത് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ട ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിനകത്ത് മാഗ്സേഫ് കോമ്പാറ്റബിൾ അല്ലേ. അതായത് നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൽ മാഗ്സേഫ് കോയിൽ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ വയർലെസ് ചാർജർ ആണെങ്കിൽ പോലും ചാർജ് ആവത്തില്ല. സോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ പറയാൻ പറ്റും. കൂടാതെ വയർലെസ് ചാർജ് നമുക്ക് 7.5 watts ആണ് സപ്പോർട്ട് ആവുന്നത്. പിന്നെ വയർലെസ് ചാർജ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ബാറ്ററി ലൈഫ് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ടെന്നാണ് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. പുറകിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ക്യാമറ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അത് 48 MB ക്യാമറയാണ്. 4K റെസൊല്യൂഷൻ വരെ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു 48 MB ക്യാമറയിൽ നമുക്ക് എടുത്തു പറയേണ്ടത്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ 12 MB ട്രൂ ഡെപ്ത് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് നമ്മുടെ ആ ഒരു ആക്ഷൻ ബട്ടണും കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ക്യാമറ കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ക്വിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ 16 Pro ഒക്കെ യൂസ് ചെയ്യുന്ന കൂട്ടുകാർ പറയണമെന്ന് വെച്ചാൽ ആ ഒരു ആക്ഷൻ ബട്ടൺ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര വലിയ രീതിക്ക് ഇതിൽ എടുത്ത് പറയാനും പറ്റത്തില്ല. കൂടാതെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ വളരെ സേഫ് ആയിട്ട് നമുക്ക് വെള്ളത്തിന്റെ അടിയിലൊക്കെ വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്താ പറയുക, ആ ഒരു കാലപ്പഴക്കത്തിനനുസരിച്ചിട്ട് IP68 ആണെങ്കിൽ പോലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പഴയ മോഡലുകളൊക്കെ പുതുതായിട്ട് മേടിച്ചിട്ടൊക്കെ നമുക്ക് വെള്ളത്തിൽ മുക്കുന്നില്ലെന്ന് ഒരു പ്രശ്നമില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചും കണ്ടും മാത്രം അതൊക്കെ ചെയ്യുക. കാരണം അടിച്ചു പോയി കഴിഞ്ഞാൽ ഇതിന്റെ സർവീസ് കോസ്റ്റ് അറിയാലോ, നമ്മൾ മേടിച്ച ഫോണിന്റെ പകുതി പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. സോ വെള്ളത്തിന്റെ അടിയിലൊക്കെ കൊണ്ടുപോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ട് iPhone 16e കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മറ്റുള്ള ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 60,000 രൂപയ്ക്ക് വളരെ നഷ്ടമാണ്. കാരണം ഒരിക്കലും നമുക്ക് ഈ ഒരു 60,000 രൂപയ്ക്ക് സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലാഭമല്ലെന്ന് തന്നെ പറയാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ആപ്പിൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വേണം, കൂടാതെ ആ ഒരു iOS എക്സ്പീരിയൻസ് ചെയ്യണം, പിന്നെ ആ ഒരു എക്കോസിസ്റ്റം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രം ഈ ഒരു iPhone 16e പോകാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും ഒരു 50,000 രൂപയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു ഡീലായിരുന്നു. പിന്നെ ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും പൊതുവെ ഒരു കുറച്ച് കാശ് ഇങ്ങനെ കൂട്ടി വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. എന്നാൽ പോലും ഒരു 50,000 ആയിരുന്നു നല്ലൊരു ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു ഫോൺ ലോഞ്ച് ആണെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ കൂടാൻ ചേട്ടനടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇതിന്റെ വില മിക്കവാറും 49,999. ആപ്പിൾ ഒരു വിപ്ലവമായിരിക്കും കൊണ്ടുവരുന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാനും ഞെട്ടിപ്പോയി. 59,999. 60,000 രൂപയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങൾക്ക് ഇതിനേക്കാളും സത്യം പറഞ്ഞാൽ 15 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി അതല്ല 13, 14 ഒക്കെ വളരെ ലാഭത്തിന് ഇതിന്റെ പകുതി പൈസയ്ക്ക് നമുക്ക് യൂസ് സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 89-90% ബാറ്ററി ഹെൽത്ത് ഉള്ളത്. സോ അതിലേക്ക് പോകാനേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. 2 ക്യാമറ സഹിതം അതിനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.